ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ദുൽഖർ സൽമാൻ നായകനായി എത്തിയ കാന്ത മൂന്നാം ദിനത്തിലോടുമ്പോൾ 2 ദിനങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ട്രാക്കിംഗ് മുഖാന്തരമുള്ളതും ഒപ്പം ഒഫീഷ്യലുമായിട്ടുള്ള കളക്ഷൻ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ആദ്യ ദിനം പോലെ തന്നെ ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് ഈ സിനിമ രണ്ടാം ദിനവും കാഴ്ചവെച്ചിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കട്ട സപ്പോർട്ടുണ്ടെങ്കിൽ 65,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന സിനിമയുടെ ആദ്യ ദിനം 10.5 കോടിയാണ് വന്നതെങ്കിൽ ഇന്നലെ ശനിയാഴ്ച കളക്ഷനായി വന്നിരിക്കുന്നത് മൊത്തമായി 21.5 കോടിയോളമാണ്. അതായത് 10 കോടിയോളം സിനിമയ്ക്ക് ഇന്നലെയും കളക്ഷൻ വന്നു എന്നുള്ളത് തന്നെയാണ്. ഏറെക്കുറെ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ഒഫീഷ്യൽ കളക്ഷനെ നമുക്ക് കാണാനും കഴിയുന്നത്. ഞെട്ടിപ്പിക്കുന്നത് കേരളത്തിലെ കളക്ഷൻ റിപ്പോർട്ടുകളാണ്. കേരളത്തിൽ ആദ്യ ദിനം 1,11 ലക്ഷം രൂപയാണ് നേടിയെങ്കിൽ ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചത് 95 മുതൽ 1 കോടിയോളമാണ്. അവിടെ അത് ഞെട്ടിക്കുകയാണ്. 1,05 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് ഇന്നലെയും കളക്ഷൻ വന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് 2,15 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും അതൊരു ഗംഭീര സംഭവം തന്നെയാണ്. ഇന്ന് ഞായറാഴ്ചയും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു രീതിയിലാണെങ്കിൽ സിനിമയ്ക്ക് 32 കോടിയിലേക്ക് എത്തും എന്നുള്ളത്. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അതിൻ്റെയൊക്കെ താഴെയായിരുന്നു കളക്ഷൻ എന്നുള്ളതാണ്. എന്തായാലും ഇനിയും ട്രാക്കിംഗ് മുഖാന്തരമുള്ള കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ആദ്യ ദിനം ട്രാക്കേഴ്സ് മുഖാന്തരം വന്നത് 8 കോടിയോളമാണെങ്കിൽ രണ്ടാം ദിനമായപ്പോൾ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ നമുക്ക് നോക്കാം. തമിഴ്നാട്ടിൽ നിന്ന് 4,62 ലക്ഷം രൂപ, ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 3,55 ലക്ഷം രൂപ, കേരളത്തിൽ നിന്ന് 2,10 ലക്ഷം രൂപ, കർണാടക റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1,10 ലക്ഷം രൂപ. ഇതാണ് അവർ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ. ടോട്ടൽ ഡൊമസ്റ്റിക്കിൽ നിന്ന് 11.37 കോടി സിനിമ നേടിയതായി ട്രാക്കേഴ്സ് പുറത്തുവിടുന്നു. ഓവർസീസിൽ നിന്ന് $592K നേടിയിരിക്കുന്നത്, അതായത് 5,25 ലക്ഷം രൂപയോളം. 2 ദിവസങ്ങൾ കൊണ്ട് 16,62 ലക്ഷം രൂപയോളമാണ് ട്രാക്കേഴ്സ് പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ. എന്താണേലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ട്രാക്കേഴ്സ് പറയുന്ന കണക്കുകളാണെങ്കിലും ഒഫീഷ്യലായി പുറത്തു വരുന്ന കണക്കുകളാണെങ്കിലും രണ്ടും ഒരേപോലെ തന്നെയാണ് കാര്യങ്ങൾ കാണാൻ കഴിയുന്നത്. ആദ്യ ദിനം 8 കോടി പറഞ്ഞ ട്രാക്കേഴ്സ് രണ്ടാം ദിനമായി കഴിഞ്ഞപ്പോൾ 8,62 ലക്ഷം രൂപയോളമാണ് ഈ സിനിമയുടേതായി പറഞ്ഞിരിക്കുന്നത്. ഒഫീഷ്യലായിട്ടുള്ള വന്ന കളക്ഷൻ റിപ്പോർട്ടുകളിൽ 10.5 കോടി ആദ്യ ദിനങ്ങൾ വന്നെങ്കിൽ രണ്ടാം ദിനം 10 കോടിയോളമാണ് വന്നിരിക്കുന്നത്. കാന്ത എന്ന ഈ ഒരു ചിത്രം അതിഗംഭീരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും പീക്ക് പെർഫോമൻസ് തന്നെയാണ് ഇന്നും വാഴ്ത്തപ്പെടുന്നത്. കനത്ത ഡീഗ്രേഡിങ്ങിന് വകവയ്ക്കാതെ മലയാളികൾ ഇന്നലെ കാത്തിരിക്കുന്നു. വൈകുന്നേര നേരങ്ങളിൽ ഈ സിനിമ നമ്മൾ കാണാൻ കഴിഞ്ഞു. കാത്തിരുന്ന ആ നിമിഷങ്ങളിൽ റെഡ് അലേർട്ട് തന്നെയായിരുന്നു മിക്ക സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് കളക്ഷൻ കൂടുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആദ്യമായിട്ടാണ് ഒരു സിനിമയെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്തതെന്ന് ആരും വിചാരിക്കരുത്. മിക്കപ്പോഴും നമുക്ക് കാണാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, മാങ്ങയുള്ള മാവിലെ ഏറെ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ദുൽഖറിൻ്റെ ഗ്രോത്ത് നമുക്ക് ശരിക്കും കാണാനും കഴിയുന്നു. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവരുടെ ആ ഒരു പാതയിലേക്ക് ജനങ്ങൾ അല്ലെങ്കിൽ എതിരാളികൾ കാണുന്നു ദുൽഖറിനെയും എന്നുള്ളത് തന്നെയാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ദുൽഖർ അതിമനോഹരമായിട്ട് തന്നെ അഭിനയിച്ചിരിക്കുന്ന ഈ ഒരു ചിത്രം, ദുൽഖർ മാത്രമല്ല എല്ലാവരും അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന ഈ ഒരു സിനിമ തമിഴ് സിനിമ ചരിത്രത്തിൽ ഒരു പുതിയ എപ്പിക്കായിരിക്കും അത് തീർക്കുക എന്നുള്ളതാണ്. എന്തായാലും സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ബ്രേക്ക് ഈവൻ ആകാനും അതേപോലെ തന്നെ സിനിമയുടെ ബഡ്ജറ്റുമൊക്കെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വരാം. അപ്പോൾ നിങ്ങൾക്കത് താല്പര്യമാണെങ്കിൽ തീർച്ചയായും നമുക്ക് അത് ചെയ്യാം. എന്തായാലും ഒരു 100-200 കമൻസ് വന്നാൽ മാത്രമേ അങ്ങനെ ഒരു വീഡിയോയിലേക്ക് നമ്മൾ വരികയുള്ളൂ. ഒപ്പം 10,000-ന് മുകളിലുള്ള വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വീഡിയോ ചെയ്യുകയുമുള്ളൂ. അപ്പോൾ കാത്തിരിക്കാം നിങ്ങളുടെ കട്ട സപ്പോർട്ടിനായിട്ട്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.